സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു നിർത്താൻ. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഗിരി 9. അല്ല ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണം. അല്ല നിനക്കെന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടിന്ന് അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. വാ ചോദിക്കാം. തകരത്ത് ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുള്ളത് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസേറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ? എടാ കഴുത്തെ കയറി വീഴുവന്നു. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. കൊള്ളാവുന്ന പാർട്ടിയാണോ? പിന്നെ ബെടാ പാർട്ടിയല്ലേ, വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിൽ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, പോകാം. എടാ നീ കെട്ടിക്കോ. ഇതെന്തിനാ? ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ മതി. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. ഒരാളൂടി ഉണ്ട്. കൊള്ളല്ലേ? തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല, തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി ഇന്ദു? നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ളാം. വലിയ ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുവിന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആറാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മള് റാണി രാജ്ഞിയൊന്നും അല്ല. അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കലേ വച്ചേ. ജയിലിൽ കിടക്കുന്ന ശിവശങ്കരൻ മുതലാളി ഉടനെ പരോളിൽ വരുമെന്നും വന്നാൽ ഉടനെ ഹിന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ. ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കരൻ ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെയും അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്നത് ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടിൽ തിന്നാനും ഉടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞവുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണാൻ വായം തുറന്നിരുന്നാലേ തുറന്നിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കരൻ മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകം തന്നെ. ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നുമല്ലടോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർന്നോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുറിയാ. അനിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാൻ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിങ് വരേണ്ടി വന്ന്. നീ അതിൽ മുങ്ങിത്താഴുകയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കടയുണ്ട്, നമുക്ക് ഉടുത്തു മാറാൻ എന്തെങ്കിലും കിട്ടുമോ? കുഴപ്പമില്ല. നീ എന്തോ ചെയ്യണത്? കുടലിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാ അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോറഷേ? പെട്ടി ഓട്ടർഷ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റിനിറ്റോ. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ ഇതെവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ? ബാത്റൂമിൽ പോ, അങ്ങനെ സമയവും കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ പോണം. അതാ ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് അടി കിട്ടിയല്ലേ?
നിനക്ക എനിക്ക് സെയിം പിച്ച്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ. മനസ്സിലായി. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. ഫ്ലഷ് ചെയ്ത സെപ്റ്റിക് ടാങ്കിൽ നോക്കിയാ മതി. ഉണ്ടാക്കടാ. സത്യം പറഞ്ഞ ഈ പ്രകാശന്റെ മനക്കെട്ടി സമ്മതിക്കണം. ഒന്നും ഉണ്ടാകാത്തതുപോലെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു. ഈ ഫാനിൽ കെട്ടി ചത്തേന. എവിടെ? ഈ ഫാനില്. ടേബിൾ ഫാനില്ല. ഒറ്റ ഇടി ഇടിച്ചോണ്ടല്ലേ, നടക്കുന്ന കാര്യമല്ല പറയടാ. ഹലോ, ആരാ? ജോർജ് കുട്ടി. നല്ല പേര്. എവിടെയാ ജോർജ് കുട്ടിയുടെ വീട്? കേൾക്കുന്നില്ല, കുറച്ച് ഒച്ചത്തിൽ പറയാവോ? തൃപ്പുണിത്തുറയിൽ? കമ്പർഷമുക്കിലോ? കാളമുക്കിലല്ലോ, ഭാഗ്യം. എന്താ കമ്പർഷമുക്കുകാരാ? ഓ, അപ്പന്റെ ആത്മാവുമായി സംസാരിക്കണമെന്നോ? മോളുടെ മനസ്സമ്മതത്തിന് ക്ഷണിക്കാനോ? മനസ്സമ്മതത്തിനല്ല, ഗുരുജി വിചാരിച്ചാൽ മോളുടെ കല്യാണത്തിന് വരെ കൊണ്ടുവരാം. പക്ഷേ ഇപ്പൊ 1000 രൂപ അടയ്ക്കണം. പണമടച്ച് ബുക്ക് ചെയ്താൽ വരേണ്ട ദിവസവും സമയവും പിന്നാലെ അറിയിക്കും. പിന്നെ ഇനി പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പച്ചന്റെ പേര്, മരിച്ച തീയതി, എത്രാമത്തെ വയസ്സിലാ കാഞ്ഞു പോയത്, അവസാനം കുളിപ്പിച്ച ആളുടെ പേര്, ഇതൊക്കെ നേരത്തെ പറയണം. അതെ, വക്കീലിനോടും ഡോക്ടറോടും ഗുരുജിയോടും. കള്ളങ്ങൾ മാത്രമേ പറയാവൂ. അല്ല, കള്ളം പറയരുത്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മറന്നാലും വരുമ്പോ ഒരു കുപ്പി പട്ടച്ചാരയും കൊണ്ടുവരുന്ന കാര്യം മറക്കരുത്. എന്താ കേൾക്കുന്നില്ലേ? ഒരു കുപ്പി പട്ടച്ചായാരം. പിന്നെ തീർന്നില്ല, 4 ചിക്കൻ ഫ്രൈ, 2 മട്ടൻ ചാപ്സ്, 2 പാക്കറ്റ് വിൽസും കിട്ടണം. എന്താ? ഇപ്പൊ ഗുരുജിയുമായിട്ട് സംസാരിക്കാൻ സാധ്യമല്ല. അകത്ത് ദർശനം നൽകിക്കൊണ്ടിരിക്കുക. എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. എന്റെ അളിയ അല്ല ഗുരുജി. ഏയ് അതെ, എത്ര സമയം ഞാൻ ഇവിടെ നിൽക്കണോ? വല്ലതും നടക്കുവോ? സരസപ്പൻ ഇപ്പം വരും, താൻ അവിടെ പോയിരിക്കെ. തത്തമ്മച്ചുണ്ടൻ. സിംഗപ്പൂർ ആശാൻ സരസപ്പം വന്നാ എവിടുന്ന്? കറണ്ട് ഓഫീസിൽ അടയ്ക്കാനുള്ള രൂപയും ബില്ലും കൊടുത്ത് ഇന്നലെ വിട്ടത് ആരണം കെട്ടവന്. എവിടെ തിരക്കാൻ പോയി ആർക്കറിയാം? കേട്ടാ? ഇനി പണമടയ്ക്കാത്ത എന്റെ ഫീസ് എങ്ങാനും ഊരിയാൽ കത്രിക പിടിക്കുന്ന വിരലുകളും വെട്ടും. സരസപ്പന്റെ വിരള് വെട്ടിയാ പിന്നെ ആശാൻ എങ്ങനെ കഞ്ഞി കുടിക്കും? എന്താ അവന്റെ വിരലുകൊണ്ടാണോ ഞാൻ കഞ്ഞി കുടിക്കുന്നത്? പിന്നല്ലാതെ ഇയാൾക്ക് കണ്ണും കാതും കാണാതെ മുടിവെട്ടാൻ വരുന്നവരുടെ ചുണ്ടും മൂക്കും വെട്ടുന്നതല്ലേ പരിപാടി. ഇത് കണ്ട, എന്റെ മീശ വെട്ടാൻ വന്നതാ, മേൽച്ചുണ്ടാ വെട്ടിയിരിക്കുന്നത്. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടന്നേ. എടാ, വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ലെന്ന്. നീ ഒന്ന് സമാധാനപ്പെടു. എന്തായാലും സന്ധ്യ ആവുമ്പോ നിങ്ങളുടെ ക്ലബിലവൻ വരാറുണ്ടല്ലോ മേളം കൊട്ടാൻ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന എന്റെ അമ്മച്ച് സത്യമായിട്ട് ഇന്നലെ വന്നിട്ടില്ല. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സരസപ്പനോടൊന്ന് ശരിയാക്കി വെക്കാൻ പറ. എന്റെ തല എന്താ ബുൾസൈ പോലെ? നാളെ അരങ്ങേറ്റണ്ടേ? മരം കേട്ടോ? ഇയാൾ രക്ഷപ്പെട്ട്. ഇവൻ രക്ഷപ്പെട്ട്, മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് പോകണം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വവ്വാലിന് ജുബേ മിണ്ട് കിട്ട മാതിരി. വണ്ടിയുടെ പാർട്സ് വാങ്ങാനായിട്ട് 1000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങുന്നോടാ. ഞാൻ കോപ്പ് നിൽക്കും. എനിക്ക് ഇത്തിരി മര്യാദ കുറവാടാ. അതല്ലേ എന്റെ പുറകെ കിടന്ന് ഓർമ്മത്. സരസപ്പ എന്നെ എങ്ങനെ ഇട്ട് ഓടിക്കരുത്, എന്റെ മൂത്രത്തിലെ കല്ലളക്കും. ഇതിലൊരു എളുപ്പ വഴിയുണ്ടല്ല. ഇത് തന്നെ. അമ്മ കേട്ടോണ്. സമയേ ശരണമയ്യപ്പ. ഇവൻ ഇത് എങ്ങോട്ട് കേറി പോടാ. പിന്നെ ഇരിക്കാനേ. ദൈവമേ, കാട്ടിലെത്തിയ. അയ്യോ. ഞാൻ ആനയെ കണി കാണാൻ വേണ്ടി ഓടിയതാ. അയ്യോ, ആന. പൈസ മേടിച്ച് പറ്റിച്ച് കിടക്കണ. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ, ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ടർവെയർ അങ്ങ് സരള ചേച്ചിയുടെ വീട്ടിൽ. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചത്? ഞാൻ അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓർത്തത് അണ്ടർവെയർ അവിടെ ആയി പോയെന്ന്. സരളയുടെ വീട്ടിൽ ഞാൻ അച്ഛനോട് എന്ത് പറയും? സരളയുടെ അടുത്താന്ന്. ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കൊള്ളണം. അയ്യോ, സരള ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. ഓ, എടുത്തുണ്ടോടാ. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് ഇവിടെ? അണ്ടർവെയർ പിരിവ്. അണ്ടർവെയറിന്റെ പിരിവോ? അല്ല, ഈ ക്ലബിന്റെ പിരിവിന് വേണ്ടി വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ, അതല്ലേ തിരിച്ചു വന്നത്. അതിരിക്കട്ടെ, പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ചേട്ടന് ഇഷ്ടം തന്നാ മതി. ചേട്ടന്റെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യോ? ചേട്ടാ ഈ വണ്ടി തുടയ്ക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഓ, ഒരു ദിവസം ഞാനും ഇതൊന്നും ഓടിക്കൂടാ. വെറുതെ കള്ളം പറയല്ലേ പോഴുന്നേറ്റ്. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാ. ആണോ? ഓടി ഓടി.
36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ ചരച്ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ ഇവിടെ ഇല്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോടാ. എന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇന്ദുവിനെ എനിക്കിഷ്ടായി. നിനക്കിപ്പോ സന്തോഷമായില്ലേ മോന്താ? എനിക്കിഷ്ടായി. ഇത്ര ആവേശമൊന്നും വേണ്ടനെയാ. എന്റെ അനുഭവം കൊണ്ട് പറയണം. ഇവളുടെ മൂത്തതിന്, അതായത് എന്റെ ഭാര്യയെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് അനിയനേക്കാൾ ആവേശമായിരുന്നു. ലഡു മതി, ഷുഗർ ഉള്ളതാ. മനോജിന്റെ അമ്മയ്ക്ക് എന്റെ മോളെ കാണണ്ടേ? എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. മാത്രമല്ല അമ്മയ്ക്ക് ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാനും വയ്യ. അതെ, രണ്ടുപേർക്കും കണ്ടു ഇഷ്ടമായ സ്ഥിതിക്ക് രണ്ടു വാക്ക് സംസാരിച്ചും കൂടി ഇഷ്ടമായിക്കോട്ടെ. ധൃതി വെക്കല്ലേ ബ്രദർ, ഇരിക്കൂ. രണ്ടു വാക്ക് സംസാരിച്ചിട്ട് അവളോട് നിർബന്ധമായിട്ട് ഒരു വാക്ക് ചോദിക്കണം. അവള് പെറൂന്ന്. കാരണം എനിക്ക് പറ്റിയ അവസ്ഥ അനിയന് പറ്റരുത്, അതുകൊണ്ടാ. അളിയാ ഒന്ന് വന്നേ. വിളിക്കുന്നു എന്നെയല്ല, സ്വന്തം അളിയനെ. ചെല്ലി, ആരും പോരുത്. ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. അതെ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ വേണ്ടപ്പെട്ടവര് മാറിക്കാൻ പാടില്ല. എന്താ രഹസ്യം? ദൈവം കൊണ്ടുവന്ന ഈ ആലോചന അത് അളിയൻ കൊളാക്കരുത്. കൊളമാക്കോളിയാ അളിയാ. ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ വർക്ക് ചെയ്യാത്ത ഏത് സാധനവും ഏത് കമ്പനിയും മാറ്റിത്തരും. ആ സ്ഥിതിക്ക് ഇന്നലെ തിരിച്ചെടുത്തിട്ട് ഇന്ദുവിനെ എനിക്ക് കെട്ടിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ കാല് പിടിക്കാളിയാ. എന്നാ പിടിയടാ കാലി. ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല, കന്നിമാസായിരുന്നു. ഇതെന്താ 100ാം ദിവസം? ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി. ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്കേ ചെരി വരും. ഇതെന്താ 45ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ സർ. ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല ഇതെന്താ 15ാം ദിവസം? സർ സത്യത്തിൽ അത് 150ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ സർ. ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്ക് എന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഓടിച്ചു. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ. ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സോൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ. ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ. എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ആൾക്കാർ ഇനിയും ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ. കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ. ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ. ഈ പാതാള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ? നമുക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എന്നാരും പറയില്ല. എന്റെ ശിഷ്യൻ വന്നു. അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. സമയം കളയാതെ എന്നെ അടുത്ത് ഇറക്കാശാനെ. ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോടാ? അതേടാ, നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാഭാവി, ഈ കൊടിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ ഇന്റിമേറ്റ് പ്രകാശൻ. പിടിപിടി. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത് സാർ. വണ്ടി ട്രയൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷാപ്പിൽ നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ
എടെ നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു നുണുക്ക് വിദ്യ ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണക്ക് വിധി ചെയ്യാനാണെങ്കിൽ എന്തിനാ കാശ് മേടിച്ചിട്ട് പോയത്? എടെ തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറ്റും. പറഞ്ഞു തൊലക്ക്. എടാ അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ? എന്നിട്ട് എടെ അവ ഒരു ഒടുക്കത്തെ പോക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലെന്നേ. എടെ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഏയ് അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. ഇപ്പോഴാ ഓർത്ത്. നീ എങ്ങോട്ടാ പോകുന്നത്? പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടൂടെ? അച്ഛന്റെ വണ്ടി ഇതുപോലെ. ഇത് പറയണ കേട്ടോ വാട്സാപ്പിലെ ഒറ്റയ്ക്കേ ഉള്ളു. ബ്രേക്കും ക്ലച്ചും എല്ലാം ഞാൻ തന്നെ വെക്കണമെന്ന്. പിന്നെ തോന്നുന്നു ആശാന്റെ വയലന്റ് ആക്ടിങ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചതെല്ലാം നശിപ്പിച്ചെന്ന്. ഞാനോ? എന്നെ അവോയ്ഡ് ചെയ്ത് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ വാരി മിണുങ്ങാന്ന് വിചാരിച്ചല്ലേ? ഞാനോ? എടാ അവര് പലിശയ്ക്ക് പണം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നു, നമ്മൾ ആത്മാവിനെ കാട്ടി അവരെ പറ്റിക്കുന്നു. ഒരു സുഡോളിഫിക്കേഷൻ. പരസ്പര സഹായ സഹകരണ സംഘം. ആത്മാക്കളെ പേരില്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. സൂക്ഷിച്ചോ. ആത്മാവ് മാങ്ങാപ്പൊലി. എന്നെങ്കിലും നേരിട്ട് കാണുമ്പോഴായിരിക്കും ആശാന്റെ കളസം കീറുന്നത്. ഭയപ്പെടുത്താ. ആരാധകരാണോ ആരാച്ചാരാണോ പോയി നോക്ക്. ആയാലോ സമ്മതിക്കില്ല. തീർക്കല്ലേ. പ്ലാച്ചെങ്കിലും വച്ചേക്കണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു. പണ്ടാരോടൊക്കെ മറന്നുപോയല്ലോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തോ. അമ്മേ ശരണം. അവിടെ ഇരിക്കാം. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിൽ എന്നും കൊണ്ടുവരും. സോറി മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാൽ അത്രയ്ക്ക് മോശമായിരുന്നോ? ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ? പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ ഇത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്. ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ലാന്ന്. അതേത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ ശ്രുതി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ. ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. ഇന്ന് കടൽ ബന്ധായിരിക്കുമല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ മത്സ്യബന്ധനാവുക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊലകൊമ്പനും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നുകാരി വന്നേ 2 എണ്ണം വേണ്ടി സ്പെഷ്യലി ദിങ്ങി. ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ദിതി പോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ദിതിയിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യത്തവാ പിടി ഒറ്റ വലി. അതാണ് ഉത്തമം. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ ദേ സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അനേകം വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി
പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ട് എങ്ങനെ പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. കാശും പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. എടാ ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റ് ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ ഒന്ന് എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ, പോണേക്ക് അനൗൺസ് ചെയ്തോ. പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് കേൾക്കുന്നു. ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളൊന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കാം. ഇതിൽ ആരാ പേഷ്യന്റ്? ഡോക്ടറെ, എന്റെ ആശാന് വട്ടായി. ഏതാശാൻ? ഇതാണ് എന്റെ എരുമ ആശാൻ. അല്ല, അരുമ ആശാൻ. വാട്ട് ഹാപ്പൻ? ഇയാള് പ്രേതമാണ്. ആശാന്റെ പേരെന്താ? സദ്ദാം ഹുസൈൻ. അല്ല, കൊട്ടിയൻ രംഗനാഥൻ. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഏത് ആത്മാക്കളുമായിട്ടും സംസാരിക്കും. കൊള്ളാമല്ലോ. എനിക്കൊന്ന് ആത്മാവുമായി സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ആശാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഏതാടാ? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇതായിരിക്കും യഥാർത്ഥ സംസ്കൃതം. വസ്ത്രം പഴകുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെയാണ് ശരീരം ജീർണിക്കുമ്പോൾ ആത്മാവ് അതിനെ ഉപേക്ഷിക്കുന്നത്. ഡോണ്ട് വറി, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിൽ തന്നെ തുടങ്ങാം. ഡോക്ടറെ, എനിക്കല്ല ഭ്രാന്തേവനാ. ഭ്രാന്ത് രണ്ടു തരത്തിലാ. ചിലര് വയലന്റ് ആകും, മറ്റു ചിലര് സൈലന്റ് ആകും. ഇതിൽ ആർക്കാ ഭ്രാന്ത്? നിങ്ങൾക്കാ ഭ്രാന്ത്. ഓ, വേണ്ട, ഏർപ്പാടുണ്ടാക്കി തരാം. രണ്ടുപേരെയും സെല്ലിലേക്ക് മാറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങാം. എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് താമസം. ഒരുമിച്ച് തന്നെ ആവാം, ഒരു വിരോധവും ഇല്ല. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളത് കൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല, എന്നാൽ എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ. കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടപ്പമ്മ സരസഭ പെട്ടെന്ന് മാല എടുത്തോടാ. അയ്യോ, മാല ഞാൻ ആദ്യം ഇടും, എനിക്കതാ ഇഷ്ടം. അയ്യോ, നിന്റെയൊക്കെ ഒരു മെഡിക്കൽ ക്യാമ്പ്. ഒന്ന് തിരിഞ്ഞ് ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാർ കമ്പിപ്പാരയ്ക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിൽ എറിഞ്ഞേക്കും. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് ഇട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട്
ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. ഇതെന്തൊരു സാധനം? ഇത് ഈ പരുവത്തിലായോ? മുകുന്ദോ, ഇത് നമ്മുടെ കുസുമകുമാറാണല്ലോ. കുസുമകുമാരാ, ഇതെങ്ങനെ ലാസറിന്റെ അടിക്ക് കയറിയതല്ലേ, അവര് കയറ്റി വെച്ചതാ. ഞാൻ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിലാരുമില്ല. ഇന്ദിര മാത്രം കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുന്നു. എന്റെ ഭാര്യയല്ലേ, ആരും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ കട്ടിലിൽ കയറി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മവും കൊടുത്ത്. അപ്പോഴാ അറിയുന്നത് അത് പന്തക്കൽ റാസ്കലിന്റെ ഭാര്യയാണ്. എന്നിട്ട് കരണക്കുറ്റി നോക്കി ഒരടി അടിച്ച്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പോവല്ലേ അളി അന്നില്ല, എന്തൊരടിയായിരുന്നു. എന്നെ കൊണ്ടേ പോവൂ. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കോട് ആന്റണിയുടെ വർക്ക്ഷോപ്പിൽ ഒരു പണിക്കായിട്ട് അളിയനെ കൊണ്ടാക്കിയില്ലേ. ഞാൻ വിചാരിച്ചോല്ലേ ഞാൻ പണി പോയി. അപ്പൊ അളിയന് പണിയുമായിട്ടാണ് വരവ്. വേണ്ട, വന്ന് വേറൊരു പണി. ഇനി ഇത് ഏത് പുരുഷാണോ എന്തോ. നമ്മുടെ ഇന്ദുവിന് പറ്റിയ നല്ലൊരു ആലോചനയായിട്ട് വന്നത്. അതൊന്നും നടക്കില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പാങ്ങില്ലാഞ്ഞിട്ടാ. എവിടെ നിന്ന് എടുത്ത് നടത്താനാ? നീ ഒന്നും എടുക്കണ്ട, എല്ലാവരും എടുത്തോളും. സ്ത്രീധനത്തിലും പണത്തിലും ഒന്നും അവർക്ക് ഡിമാൻഡില്ല. നീ നിന്റെ പെങ്ങളെ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കം വല്ല പൊട്ടനോ വട്ടനോ നാലാം കെട്ടുകാരനോ ആയിരിക്കും. വേല ചെയ്തട്ടാ, ഇന്ദിരയുടെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റാണ് ഈ നിക്കണ ഫിറ്റ്. ഇന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് അറിയില്ലേ മൂന്താ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ചെക്കന് അച്ഛനില്ല, അതായത് തന്തയില്ലാത്തവൻ. കൊള്ളാം, ബെസ്റ്റ് ഫാമിലി. അതല്ല, ഒറ്റ മോന. ചെക്കന് ഫിനാൻസിങ്, നല്ല പെണ്ണായിരിക്കണം. ആ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. നടക്കോ? ഓ, നടക്കുന്നോ? ദിവസം 4 കിലോമീറ്റർ ഓടുന്നവനാ. അതല്ല, അവർക്ക് ഇന്ദുവിന് ഇഷ്ടപ്പെടണേന്ന്. ഇന്ദുവിന് എന്താണ് ഒരു കുറവ്? ഒരു കുറവേ ഉള്ളൂ, ആ ഫാമിലിയിൽ ആരും പെറൂല. അളി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതിട്ടാ. പെരുപ്പിക്കോ? എക്സ്ക്യൂസ് മീ ബ്രദർ, ഈ ആണുങ്ങൾ പിന്നെ ഇന്നലെ ഞാൻ തന്നെ നാളത്തിന് പറ്റില്ലേ? പിന്നെ എന്നെ ഇവനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. നിനക്കതാ പറ്റിയത്. നേരത്തെ പറയണ്ടേ ബ്രദർ. എടാ മുകുന്ദ, ഇത് നടന്നാൽ നിന്റെ ഭാഗ്യവും അവളുടെ മഹാഭാഗ്യവും എന്നേ ഞാൻ പറയൂ. ഏതായാലും ചെക്കൻ വന്ന് പെണ്ണിനൊന്ന് കാണട്ടെ, ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കും. അതെ. ഷാജി, ഷാജി, എടാ ഷാജി. അയ്യോ, ആക്സിഡന്റ്. ഫോട്ടോഗ്രാഫർ വിളി. ആക്സിഡന്റ് ഒന്നുമല്ല, ഞാൻ ചവിട്ടിയതാ. നീ എന്തിനാ ചവിട്ടിയത്? പ്രകാശനെ ആ പെണ്ണിനെ കൂടി പോലീസ് പിടിച്ചെന്ന്. ഏത് പെണ്ണിനെ? ആ പൊന്നൂനെ. നേരാണോ? ആ ചെല്ലപ്പന വന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഇന്നലത്തെ ഫോൺ വിളി പാഴായില്ല. വിളി പാഴായില്ല? നീ ആരെ വിളിച്ചത്? CI തോമസ് സാറിനെ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, നീ എന്താ ഈ കാണിച്ചത്? നീ ഇന്നലെ രാത്രി ഇവിടെ 2 പെഗ്ഗും ചൂപ്പിട്ടിരുന്ന് വിളിച്ചു കൂന്നാണ്ടല്ലോ. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ? എടാ, അതിന് അവനെ മാത്രമല്ലല്ലോ, അവളെയും ചേർത്തല്ലേ പിടിച്ചത്. അതുകൊണ്ട് എടാ, ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണിനെ അന്തസ്സുള്ള ഏതെങ്കിലും ആണുങ്ങൾ വന്ന് കെട്ടുവോ? അപ്പൊ അവളെ കെട്ടാൻ പട്ടാമ്പിക്കാരൻ. ഭാഗ്യദോഷത്തിന് അവനെ മാത്രം ഞാൻ അറിയിച്ചില്ല. അവനെ കൂടെ അറിയിച്ച സംഗതി ക്ലീൻ. ഇതെങ്ങാനും മഹാദേവ മുതലാളി അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ നിന്നെയൊക്കെ വെട്ടി നുറുക്കും. ആ മകൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. തൽക്കാലം പ്രകാശം പോലും ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ ചിലപ്പോ വാദി പ്രതിയാവും. മനസ്സിലായോ? കൂട്ടിയായിരുന്നു. എന്തായിരുന്നു ഒറ്റയ്ക്ക് പടം പിടിക്കാൻ ഇറങ്ങിയത്? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? എനിക്ക് ഗുരുജി ഒന്ന് കാണണം. ഗുരുജി 180 ഡിഗ്രി പനി പിടിച്ച് കിടക്കുകയാണ്. വല്ലാത്ത വിറയിലുണ്ട്. രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. അത്യാവശ്യമായിട്ട് എനിക്ക് കണ്ടേ പറ്റൂ. പറ്റില്ലെന്ന് പറയരുത്. ആത്മാക്കളെ വരുത്താനാണെങ്കിൽ ഇനി അങ്ങേരെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ആത്മാവ് പോയിട്ട് എന്ന് കേൾക്കുന്നത് പോലും പുള്ളിക്ക് പേടിയാ. പിന്നെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം. കുറച്ചൊക്കെ അറിയാം. പ്ലീസ് ഒന്ന് വിളിക്കൂ. ശരി, വിറയിൽ രൂപം കാണിച്ചു തരാൻ നിൽക്ക്. എന്തിനാ നല്ല വിളിച്ചത്? കാലന് വിളക്കും കൊളുത്തി കാത്തിരിക്കുന്ന അങ്ങേരോടാണ് അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നത്. ഇന്നലെ രാത്രി ഞാൻ ശക്തികളോടുള്ള കളി ഞാൻ മതിയാക്കി. ആത്മാവെന്നാ ഉദ്ദേശിച്ചത്? ഇല്ല, ഇനി ലക്ഷം രൂപ തന്നാലും ഞാനില്ല. കളി മതിയായി, കളി മതിയായി. എടാ, എന്നെ ആശുപത്രി കൊണ്ടുപോടാ, എനിക്ക് തീരെ മേലുണ്ടായി. എന്നാ ഫോൺ ചെയ്ത് ആത്മാവിനെ ഓർത്തിക്കട്ടെ.
ആംബുലൻസ് വരുത്തിക്കട്ടെ. ആംബുലൻസ് ഈ മുറി നിറയെ ആത്മാക്കളാണ്. അവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്. ആത്മാവെ കളിക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും. എല്ലാ ആത്മാക്കളും കൂടി വാ. ഇതിന് ഊളം പറയേ ശരണം. ഇനി മുടിയൊക്കെ വെട്ടിച്ച് അടിച്ചനച്ച് കുളിപ്പിച്ച് മനുഷ്യ കോലമാക്കണം. കണ്ടാ പേടി അവിടെ അവിടെ തീർന്നെന്നാണ് തോന്നുന്നത്. തീർന്നില്ലേ? പറഞ്ഞു ഹലോ. തരികിട സംഘങ്ങൾ മുഴുവനുണ്ടല്ലോ. വലിക്കേറി വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചു എന്താ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ച് മിനിക്ക് വെള്ള ഷർട്ടും മുണ്ടൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ താ, ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട് എല്ലാ വർഷവും മഹാദേവ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. ആ, യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിന് അവിടെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല അല്ലേ? എന്റെ പറച്ചിന് കടവ് മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി. എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അതിന് ഇവർക്ക് എവിടെ നേരം? ഇങ്ങനെ നടക്കണല്ലോ. അതെ, ഓരോ തരികിടയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ? അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ടൊരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിനി പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ. ഡാഡി, അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ? അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ ചുട്ടി അടിയാൻ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവായിട്ടേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പായിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നതല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റമാ മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യർ ഒറ്റമൂലിയാ. ആദിവാസിയോ? ആ, ഷാജിയുടെ ബന്ധുവാ. ബന്ധുവൊന്നുമല്ല, കസിനാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശം വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിനുണ്ട്. ഈശ്വര, 1 രൂപയാണ് തരാൻ പോണത്. ദാ 1001 രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ചെലപ്പാ, വണ്ടി എടുക്കും. ഞാൻ വെച്ചോളാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916. എന്നാ എനിക്കൊന്ന് കാണണം, പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. പാച്ചു, ദാ ഇത് കയ്യിൽ വെച്ചോ. അവളുടെ വക സംഭാവന ഇരിക്കും, അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്. എന്ത് തന്നെയായാലും നിന്നോട് അവൾക്ക് സ്നേഹമുണ്ട്. എന്താണെന്ന് തുറന്നു നോക്ക്. ഇത് നിന്റെ പേഴ്സിലുണ്ടായിരുന്ന പടമല്ലേ? നീ ചെറുപ്പത്തിൽ ഇവളെ എവിടുന്ന് രക്ഷപ്പെടുത്തിന്ന് പറഞ്ഞത്? കിണറ്റീന്ന്. അത് വേണ്ടായിരുന്നു. നാണമില്ലല്ലോടാ വർഷങ്ങളായിട്ട് ഒൺവേ പ്രേമമായിട്ട് നടക്കാൻ. പാവം. ഇതിന് പകരമായിട്ട് ഇവൾക്ക് നമുക്കൊരു ഒറ്റമൂലി കഷായം കൊടുത്തേ പറ്റൂ. ആശാനെ, ആ പിള്ളേരാ. പിള്ളേര്? ഏത് പിള്ളേര്? ആ പടം പിടിക്കുന്ന ഏമാർക്ക് കുറെ പണിയൊന്നുമില്ല. പരേത ആത്മാക്കളെ കുറിച്ച് പടം പിടിക്കാൻ നടക്കും മണ്ടന്മാര്. വല്ലതും തടയും? തടയും. 4 പേരുണ്ട്, 2 ആണും 2 പെണ്ണും. പുറത്തിരിക്കുക. എഴുന്നേറ്റ് വരി.
ഒന്ന് എന്നിട്ട് വാശാനെ. ഗുരുജി വരൂ ഗുരുജി. ഗുരുജി ചെറിയ ചിക്കന്റെ പൊടിയിരിക്കുന്നു. തുപ്പ് നന്നായി. ഓം ബുധസ്യ ബുധസ്യ നിർവാണ നിർവാണ ശ്രാം ക്ലീം റൂം ക്ലീം ഹ്രീം. നമസ്കാരം. പടം പിടിപ്പൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ല, ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ഇരുത്തി എല്ലാ സംശയങ്ങളും ഗുരുജി തീർത്ത് തരും. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ ഋഗ്വേദത്തിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം നമ്മളോട് ചോദിച്ചു. ഈസി ആയിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. തീർത്തു കൊടുത്തു. ഗുരുജി, ശിലകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നതാണ് ഞങ്ങളുടെ സബ്ജക്ട്. ഗുരുജി ആത്മാക്കളുമായി സംസാരിക്കുന്ന ആളാണല്ലോ. ആത്മാക്കളുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത്? രണ്ടെണ്ണം അടിച്ചോണ്ട് ക്ലീൻ ആയിട്ട് സംസാരിച്ചു. പഞ്ചേന്ദ്രിയങ്ങൾ ഒരു ബിന്ദുവിൽ ഏകാഗ്രമായി സന്നിവേശിപ്പിച്ച് ഋഗ് യജുർ സാം അഥർവ വേദങ്ങളിലെ മന്ത്രങ്ങൾ ഉരുവിടുക. അങ്ങനെ ഉരുവിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളിന്റെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താം. നിർവിശേഷാണാം വിശേഷാണാം അശേഷാണാം കണാഗുണസ്യ വാജീകരണ സ്മൃതാം ഗ്രീം. പരിഹാസമടി വേണ്ടസ്യ. എന്താ നിശാന്ത്, ആത്മാവും മണ്ണാങ്കട്ടെ, നീ ഒന്നും മിണ്ടായിരിക്കും. ആത്മാക്കളുമായി സംസാരിക്കുന്ന ഗുരുജിക്ക് ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസം ഉണ്ടാവോ? ഉണ്ടോന്ന്? വസ്ത്രങ്ങൾ മാറുന്ന പോലെയല്ലേ ആത്മാക്കൾ ശരീരങ്ങൾ മാറുന്നത്? ശരീരം നശ്വരവും ആത്മാവ് അനശ്വരവുമാണ് കുഞ്ഞേ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വെണ്ടർ ഡാനിയൽ, ഈ ജന്മത്തിൽ ഗുരുജി, അടുത്ത ജന്മത്തിൽ പട്ടിയാകുമെന്നാണോ? കഴിഞ്ഞ ജന്മം പട്ടിയായിരുന്ന നിനക്ക് ഈ ജന്മം മനുഷ്യരൂപം തന്നത് സത്കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷെ നിന്റെ കർമ്മദോഷം കൊണ്ട് നീ അടുത്ത ജന്മവും ഒരു പട്ടിയായി തീരും. ഒരു ചൊറിക്കൊടിക്ക് പട്ടി. അതൊക്കെ ചാപ്പാടടിക്ക. 2 റമ്മു മറക്കണ്ട. ഒരു കണക്കിനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങളിങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കുക, അല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി. ദേ യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ. ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ. അല്ല, വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ? അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാൻ അല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. കടപ്പുറത്ത് വെടിവെപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. നടക്കട്ടെ നടക്കട്ടെ. മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ആ യമണ്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടറാ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. പേടിക്കണ്ട, ഞാൻ പാടിക്കോളാം. ഇവിടെ ആരുമില്ലേ? കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമായിരുന്നു. വെള്ളം ഈ നേരത്തോ? അതിനിത് വാട്ടർ അതോറിറ്റി ഒന്നും അല്ല ചേട്ടാ. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ. രാവിലെ 8 മണിക്ക് ഇനി വെള്ളം വരൂ. സർക്കാരിന്റെ ADB കരാറിന് ശേഷം ഇപ്പൊ ഇങ്ങനെയാ. ഇവിടെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും ഉണ്ടാവുമല്ലോ, അതെങ്കിലും അല്പം തരുമോ? ശരി, വാ. വളരെ ഉപകാരം. കറിക്കോ, നിനക്ക് ശരിയാക്കി തരാം. ഈ ഫോട്ടോയിൽ ആളെ കണ്ടല്ലോ, ഇതെന്റെ ആശാന. പ്രേതാത്മാക്കളുമായി സംസാരിക്കുന്ന ആളായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ദിവസം പ്രേതം കൂട്ടിക്കൊണ്ടുപോയി ആ കിണറ്റിലിട്ടു. പിന്നെ പൊങ്ങിയത് ആത്മാവില്ലാതെയാ. അതിനുശേഷം ഞാൻ ആ കിണർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്ക് ദാഹിക്കുന്നു, പ്ലീസ് കുറച്ച് വെള്ളം തരുമോ? അടുക്കള ഉണ്ടാവും, ഒന്ന് പോയി നോക്കൂ. അടങ്ങടാ, നീ എവിടെ ഇരി, ഞാൻ ദാ വരണം. ആനാരാ? ഞാൻ മോഷ്ടിക്കാൻ കയറിയതാണല്ലേ? എങ്ങനെയാണ് അത് കയറിയത്? നിങ്ങള് ഈ ഫോട്ടോ കാണുന്ന? അതെ, ഞാൻ തന്നെ. ചേട്ടൻ കിണറ്റി വീണ് മരിച്ചുപോയെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇവിടുത്തെ ഒരാള് കാവ്യ കൊടുത്ത. അവൻ എന്റെ ശിഷ്യനായിരുന്നു. മരിച്ചിട്ട് 2 വർഷമായി. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസം. അത് മനസ്സിലാക്കി താൻ മോഷണത്തിന് വാതിലൂത്തി തുറന്ന് അകത്ത് കയറിയതാണല്ലേ? അയ്യോ, കുത്തി തുറന്നതല്ല. ആ കാവ്യ കൊടുത്ത ആള് തുറന്നു തന്നതാ. വന്നത് മോട്ടിക്കാനും അല്ല, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അയാൾ അകത്തേക്ക് പോയി. വെള്ളം എടുക്കാനാണെന്ന് തോന്നുന്നു. ഇപ്പൊ വരും, അപ്പൊ ചോദിച്ചു നോക്ക്.
താൻ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? എന്നാ പിടി കുടിച്ചോ. ഇനി ചോദിക്കരുത്, ഇത്രയേ ഉള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞേ ഈ ഫോട്ടോ കാണുന്ന ചത്തുപോയെന്ന്? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? തനിക്കെന്താടോ ദാഹിച്ച് വട്ടായോ? ഇവിടെ 2 വർഷം കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. ഇയാള് ആത്മാക്കളുടെ കൂടെ പോയി. അല്ല, ഞാനിയാളെ കണ്ടതാ ഇപ്പൊ. താൻ ആരോടാ സംസാരിക്കുന്നത്? ചോദിച്ചതായിട്ടില്ലേ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ചത്തുപോയവരാണോ? ഞാൻ വടയക്ഷി എന്നൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ വട അന്വേഷിച്ചു വന്നത്. സോറി, വെള്ളം അന്വേഷിച്ചു വന്നത്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. പേടിച്ചു പോയോ? അടുത്ത മുറിയില് വെള്ളം കിട്ടാതൊരു ജീവൻ കിടന്ന് പിടയ്ക്കുമ്പോഴാ നിങ്ങളൊരു തമാശ. ക്ഷമിക്കൂ സഹോദര, അയക്കം കൊടുക്കാൻ വെള്ളം. അത് ശരി. അപ്പൊ തനിക്ക് മാത്രമല്ല ഇനി വേറൊരുത്തിനും കൂടെ ഞാൻ വെള്ളം ഉണ്ടാക്കണോ അല്ലേ? നില്ല്, തരാം. വെള്ളം കിട്ടാതൊരു ജീവൻ കിടന്ന് പിടയ്ക്കുന്നത് കാണണോ? നിങ്ങൾക്ക് കാണണോ? കാണണോ? വാ, എന്റെ കൂടെ വാ. വാ, നോക്ക. എന്നിട്ട് താനവളോട് പറഞ്ഞോ താൻ ഈ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണെന്ന്? ഏയ്, നമ്മൾ വന്നത് പുണ്യപ്രവർത്തിക്കുന്നല്ലോ. പറഞ്ഞാ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു അവൾ അറിയണ്ട. ഏട്ടനാ? ആ, ബാലന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെയല്ലേ. മാത്രമല്ല ആ ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട. ഏട്ടാന്നും അനിയന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് 3 പെങ്ങന്മാരുണ്ട്, 4 അനുജന്മാരും. അവരുടെയൊക്കെ പള്ള നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പാട് അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ. ഉള്ളപ്പ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താനൊരു കാര്യം ചെയ്, ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ട്. അപ്പൊ അമ്മും സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ? ബാലം വരെ ഏട്ടാന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. നിനക്ക് ബോട്ടിൽ കിടന്നുറങ്ങണോ അതോ കായലിൽ കിടന്നുറങ്ങണോ? ഞാൻ ബോട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ചിലക്കാതെ കിടന്നുറങ്ങണ പൂളാനെ. എന്താ ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്? പിന്നെ കല്യാണാലോചനയിട്ട് അങ്ങോട്ട് ചെല്ല്. അവർ ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലുമായിട്ട് ഉപരിപെടണം. അതൊക്കെ ശരിയാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ. അതൊരു യോഗ്യതയല്ലേ അളിയാ? ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാകൂ? അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണാലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സിലെ അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാവുന്നല്ലാതെ കാര്യത്തോടടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്നുറങ്ങാൻ നോക്കടാ കച്ചറ. എല്ലാം വിധി വൈപരീത്യം. ഓ, വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റുകിടക്കുവാണോടാ? അതേടാ, പെറ്റുകിടക്കുവാ. കുട്ടി ആണാടാ പെണ്ണാടാന്ന് നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തെ കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടി പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴും ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നോണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. ഞങ്ങൾ പോലീസുകാർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെറിയും തൊഴിയുമല്ലാതെ ഇതുപോലെ ഞണ്ണാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ വളരെ ചുരുക്കാ. പോലീസുകാരിൽ നല്ല മനുഷ്യരുള്ളത് വളരെ അപൂർവല്ലേ സാർ? സുഗതൻ സാറിന് ഇവിടെ ഇപ്പൊ നല്ല പേരാ. വെടിമറ സക്കിന്റെ വെടി തീർത്ത CI സുഗതൻ. മിസൈൽ വന്ന വാർത്തയാ. മിസൈലാണോടാ വാർത്തകൾ വരുന്ന താടിക്കാരാ? മിസൈൽ എന്ന് പറഞ്ഞ അന്തിപത്ര, അത് പറഞ്ഞു എന്താ അതിന്റെ പേര്? അച്ഛനും അമ്മ എനിക്ക് ഇട്ടേക്കണ പേര് പൊടിമോനാ. നാട്ടുകാരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. വളരെ വേണ്ടപ്പെട്ടവരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. സാറിന് വേണമെങ്കിൽ എന്നെ പൊടിമോനെ എന്ന് വിളിക്കാം. സാറിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ
കുട്ടികളില്ലമ്മേ. അപ്പൊ സാറിന്റെ ഭാര്യം പെറൂലല്ലേ? പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും ബ്രദേഴ്സാ. എന്റെ ഭാര്യം പെറൂല. അല്ല, എന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, ചേച്ചി വല്ല ജിംനാസ്റ്റിക്കിന്റെ കൂടെ ഒളിച്ചോടി പോയതാണോ സാർ? എടോ കാർവർണ, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ലടോ. കല്യാണം കഴിഞ്ഞോണ്ട് 4 നേരം കുശാലായിട്ട് വെട്ടി വിഴുങ്ങുന്നു. മിണ്ടായിരുന്നു കയറ്റിക്കൊണ്ട് പോവാ. നീ എന്തിനാണ് കുപ്പി എടുത്ത് കൈ വെച്ചേക്കുന്നേ? നാളെ 1-ാം തീയതി ബാർ അടപ്പല്ലേ? ഒരു വിസ്കി. ഹലോ, ഇവിടെ മാന്യത വേണം. ക്യൂവില് നില്ല്, ക്യൂവില്. ഏത് ക്യൂ? ഏത് ക്യൂ? കോട്ടിട്ടുണ്ട് കൂറത്തരം കാണിക്കല്ലേ? എവിടുന്ന് വന്നരേ മാനേഴ്സ് ഇല്ലാത്തവന്മാര്? അത് ശരി, കാശ് കൊടുക്കണ്ട. ക്യൂ നിൽക്കാനും പറ്റില്ലേ? എവിടുന്ന് വരണടാ? ഒരെണ്ണം കൂടെ ഒഴിച്ചടാ. കൊറേ ആയില്ലേ ഇങ്ങനെ അടിച്ച ചത്തു. ഇങ്ങനെ ചാവൂന്ന് പേടിച്ച് എന്റെ അച്ഛന് ഒരു ദുശ്ശീലും ഇല്ലായിരുന്നു. സത്യം. പക്ഷെ എന്നിട്ട് എന്തായി? പാതിരാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ നെറുകന്തലെ തെങ്ങിന്റെ ഓല ഉണ്ണി ചത്തു. ഇതാണ് പറയണ, നമുക്ക് എത്ര വേണോ അടിക്കാം, പക്ഷെ മടല് തലേ വിടാതെ നോക്കിയാൽ. നിന്റെ ഫ്രണ്ട് പൊന്നു അവിടെയുണ്ട്. മോളി ചെല്ലേ. നമസ്കാരം. നമസ്കാരം. വന്നട്ടെ. ചേട്ടാ ഒന്നേ, ഇത് എന്റെ കോളേജ് മേറ്റാ ഇന്ദു. ഇത് ഇന്ദുവിന്റെ സിസ്റ്റർ, അത് ഹസ്ബൻഡ്. ഹലോ. 25 കൊടുത്തിട്ട് മൂക്ക് കൂട്ട തിന്നുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, വൈകിട്ട് എന്താ പരിപാടി? എന്താ? അല്ല, വൈകിട്ട് എന്താ പരിപാടി? വൃത്തിയോട് പറയുന്നോടെ പട്ടത്തിണ്ടി എന്ത് വിചാരിച്ചാ എന്നെ കുറിച്ച് മാറിക്കാൻ കൂടെ. അപ്പൊ മോഹൻലാലിന് പറയാം, നമ്മള് പറയുന്നതിലേ കുഴപ്പമുള്ളൂ. ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. മാധവ, ആ തൃശ്ശൂരിൽ നിന്ന് വന്നവർ അന്വേഷിക്കുന്നുണ്ട്. ആണോ? വന്നേ പ്രകാശ, ഞാനിപ്പോ വരാം. ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലടാ. പറയാൻ പറ്റൂല, 9 മണിക്ക് അടച്ചാലാ. അതിനിത് ബ്യൂറേഴ്സ് അല്ലടാ. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ വാള് വെക്കാൻ പോയതാ. താൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതെന്തോന്ന് ചെവി തേലാക്കാൻ വയ്യ അവന്റെ ഒരു കൊട്ട്. ഞാൻ ഐശ്വര്യമായിട്ടൊരു പാട്ട് പാടിയിട്ട് വരട്ടെ. കൊട്ട് മാത്രം പോരാ, പാട്ടും വേണം. പയ്യന്റെ ആളാണ് ഞാൻ. നീ പോരാ, എനിക്ക് പാടണം. നീ തടിയാ, നീ സമയങ്ങളെല്ലാം മ്യൂസിക് എന്നിട്ട്. 12 മക്കളെ പെറ്റുരമ്മ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 13 മക്കളെ പെറ്റൊരമ്മ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 14 പിടിച്ച് മാറ്റിയാ നീ ഒന്നൊന്ന് പിടിച്ച് അത് നമുക്കടിക്കാം. നീ പോ, ഞാൻ അടിക്കാം. 15 മക്കളെ പെറ്റൊരമ്മ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അതെ, നിർത്തിയോ? 15 ആയപ്പോ ആ അമ്മ പ്രസവം നിർത്തി. ഇല്ലെങ്കിൽ ആ കുടുംബത്ത് ഭ്രാന്താശുപത്രി തുടങ്ങേണ്ടി നിർത്തടാ. നീ ചുമ്മാ. അല്ല, നമ്മൾ പയ്യന്റെ ആളാ. അപ്പൊ നമ്മളൊരു പാട്ട് പാടണം. പാട്ട് എന്റെ സുഹൃത്താടാ പ്രകാശ്. അപ്പൊ എനിക്കൊരു പാട്ട് പാടണം. പാടി ഉറക്കിയ സമഗീതമേ, സമസംഗീതമേ, അമര ദൈവമേ, ബീറിൽ സോഡ ഒഴിച്ച പോലെ. നിന്റെ വരദാനമേ, വേദനയ പോലും വേദാന്തിയാകുന്ന. അല്ലാതെ പെലവിളി അടിയന്തരല്ലെന്ന് എനിക്കറിയാം. കല്യാണത്തിനല്ലേ ഷൈൻ ചെയ്യാൻ പറ്റൂ. എന്റെ അളയോ ഇവരെന്റെ പൊന്നാണ്. ചുമ്മാല്ലടാ. ക്ലബിൽ നമ്മൾ എന്തൊരു വെള്ളം അടിച്ചിട്ട് അലമ്പാക്കിയിരിക്കുന്നു. ഞാൻ വില കൂടിയ സാധനം കണ്ടപ്പോ ഒരുപാട് അടിച്ചു. മാന്യമാര് പങ്കെടുക്കുന്ന പാർട്ടിയാ, ചളവാക്കരുത്. ഓഹോ, എന്ന് പറഞ്ഞാൽ ഞാൻ മാന്യനല്ല. അതല്ല. ആരുടെ ഇതില് മാന്യന്മാര്? നീ എന്നാ മാന്യനായത്? സൂട്ട് കേട്ട് പൊന്നുവീട്ടിലെ മരവനായപ്പോ നീ മാന്യനായില്ല. കല്യാണോടാ. എന്നാടാ ഈ കല്യാണം ഉണ്ടായത്? എടാ, ഫോൺ ചെയ്ത് നിന്നെ അവളെ ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അവളെ കെട്ടാൻ പറ്റുമായിരുന്നാണ്? കെട്ടാൻ പറ്റുമായിരുന്നോന്ന് നീ എന്തൊക്കെയാ പറയണേ? അതേടാ, ആ റെയ്ഡ് ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് അവളെ കെട്ടാൻ പറ്റുമായിരുന്നു. അതെ, എന്താ ഇവൻ പറഞ്ഞത്? അതവൻ വെള്ളം അടിച്ച ഓവറായിട്ട് എന്തൊക്കെയാ പറഞ്ഞു. അത്ര അതെന്താന്നാ ചോദിച്ചത്? ഒന്നുമില്ലെന്ന്. അത് അവൻ പറയട്ടെ, എന്താന്നറിയാലോ? അറിയാനൊന്നുമില്ല.
ഇവൻ പൊന്നുനെ ചങ്കിൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് ഞങ്ങൾക്ക് അറിയാം. എന്താടാ ഇത്? ഇല്ലേ പറയടാ, ഞങ്ങൾ പറഞ്ഞ സത്യമല്ലാന്ന്. കണ്ട, ഇവന് പറയാൻ പറ്റില്ല. ഈ പാവത്തിന് തുറന്നു പറയാൻ ധൈര്യമില്ല. ഷാജിദ് എന്തൊക്കെയാടാ പറയണേ? ഞാൻ പറഞ്ഞതില്ലാത്തതാ. എടാ നീ വിളിച്ചു പറഞ്ഞ കേട്ടിട്ടില്ലടാ. സങ്കടം കൊണ്ട് ഞാൻ പോലീസ് വിളിച്ചു പറഞ്ഞു ഹോട്ടലിൽ നിന്ന് പിടിപ്പിച്ചത്. ഷാജിദ് നീ തോന്നിയ ദിവസം പറയരുത്. അതേടാ, ഞങ്ങളൊക്കെ ഇപ്പൊ നിനക്ക് വെറും തോന്നിയാസികളാ. അതെങ്ങനെ വലിയ സെറ്റപ്പ് അല്ലേ കിട്ടിയത്? ഇനി ഞങ്ങളെയൊന്നും ആവശ്യമില്ലല്ലോ. ഇത് തന്നെ വീട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിൽ നിന്ന് കാരണം ശബ്ദം ശരിയാകുന്നില്ല. എന്തൊന്നാണ് ഇത്ര കാഴ്ച കാണാൻ? പോയിടാ പോകാൻ. അപ്പൊ ഞാൻ അറിഞ്ഞ അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും, ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് 2 പേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവം ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ടോ എന്നാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല. അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും. അതേ മട്ടനും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം. എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസിൽ പിടി കൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാറും. അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ വന്നു. നമ്മടാ നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ 2 ആളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം? വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം? ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. 2 ആളും പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധങ്ങളും ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ കുറച്ച് ദിവസം തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കനാ. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ. ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുനെയ്യ് ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് എന്നേക്ക് ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിതെവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ.
അവൾക്കിതൊന്നും ഇഷ്ടമില്ല. ഓ ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി ഊണ് കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ. എന്താ ഒന്നുമില്ല. ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. ഇതില് വാള് വെച്ചോ? വാള് വെക്കാനല്ലെന്ന് ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിങ് എടാ ഈ ഹമ്മിങ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനോ നടത്തി. പിന്നെ 16 നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്താന്ന് പറ. ഹലോ ആരാ? എടാ എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. ഹലോ എടാ ഷാജി, പ്രകാശനടാ പ്രകാശൻ. ആ പ്രകാശനാണോ? ഷാജി അല്ലടാ സരസപ്പന. നീ ഷാജിക്കൊന്ന് കൊടുത്തേ. ഷാജിയെ പ്രകാശനാണോ നിന്നെ വിളിക്കണത്? ആ വന്നിട്ട് ആ അടി വന്നിരിക്കേണ്. നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാരത്തിന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ ഞാനാ ഷാജി. എടാ നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുന്റെ കൂടെ അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിനടുത്തുള്ള ഒരു ഹോട്ടലിലാ. മലയാറ്റൂർ ഹോട്ടലിൽ ഹിൽ പാലസാ? ആ എടാ വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. ആ എന്നിട്ട് അവളോടെ ഉണ്ടാ? ആ ശരി, നന്നാക്കിയിട്ട് വേഗം വാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്നേ? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളെ കൂട്ടുകാരും പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോള് വേണം. നീ ധൈര്യമായിട്ടിരിക്കും. ഈ പാതാള ഷാജി അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി 2 എണ്ണം കൂടെ അടിച്ചു ഉറങ്ങല്ലേ? പോക്കോ. ഞാൻ 1.5 അടിക്കുള്ളൂ. അയ്യോ എന്നെ കൊല്ലാൻ വന്നേ. അയ്യോ അമ്മേ അമ്മേ അയ്യോ അയ്യോ അമ്മേ. എന്നെ പങ്കായ കുറിച്ചുമ കേട്ടില്ലേ? അയ്യോ 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 എന്നെ കൊന്ന് കടലിൽ താക്കരുത്. നിന്നെ കടലിൽ താത്തിയ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസനല്ല, കടലിൽ വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞ കൊച്ച, അതിന് പകരം വീട്ടിയതാ. ആഹാ, അയ്യോ എന്റെ മാഷേ, എന്റെ മാനം കളയല്ലേ. ഇപ്പൊ മാനം ഇനി എന്റെ കൺമുന്നിൽ വന്ന് വിട്ടാ നിന്റെ ജീവൻ പോവും. ആണുങ്ങൾ വില കളഞ്ഞു. പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ ഇത് അവിയലാണെന്നും ബീട്രൂട്ട് ആണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്. ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാട് ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്കെ അങ്ങ് പോവും. 2 ആഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നൊരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി.
അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആകും. അനക്കോ അല്ല, മിണ്ടാട്ടോ അല്ല, ഉരിയാട്ടോ അല്ല, എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ അങ്ങ് ഇരുന്നോളും. പരസ്പരം കാണുന്ന പോലും അലർജി ആകും. അതുപോലെ ആകരുത് നിന്റെ ജീവിതം. പോ. അതെ, നിന്റെ ആ ഉറക്കത്തിൽ തലയിരിഞ്ഞ് കിടക്കുന്ന അസുഖം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. ആ പെണ്ണുങ്ങാനും കണ്ടാൽ നിന്നെ തെറ്റിദ്ധരിക്കും. മണ്ടം വരണു. നന്നായിച്ച വേമ്പ വൃത്തികെട്ടവൻ.